ഹായ് വെൽക്കം ടു ഇംഗ്ലു. ഗ്രാമർ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിരുന്നു കുറച്ച് ഭാഗങ്ങൾ. യഥാർത്ഥത്തിൽ അന്ന് നമ്മൾ പറഞ്ഞ പോലെ വളരെ സിമ്പിളായി നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഗ്രാമറാണ് ഇംഗ്ലീഷ് ഗ്രാമർ, എസ്പെഷ്യലി ദ ബേസിക് പാർട്ട് ഓഫ് ഇംഗ്ലീഷ് ഗ്രാമർ. നമ്മൾ സെൻറ്റൻസിലെ പ്രധാനപ്പെട്ട രണ്ട് ഭാഗങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു: സബ്ജക്റ്റ് ആൻഡ് പ്രെഡിക്കേറ്റ്. സബ്ജക്റ്റ് ആൻഡ് പ്രെഡിക്കേറ്റ്. ഒരു സെൻറ്റൻസിന് രണ്ട് ഭാഗങ്ങളാണ് പ്രധാനമായും വരുന്നത്. അത് ഒന്ന് ഫസ്റ്റ് വൺ ഓർ ഫസ്റ്റ് പാർട്ട് ഈസ് സബ്ജക്റ്റ്, ദെൻ ബാക്കിയുള്ളതെല്ലാം കൂടെ പ്രെഡിക്കേറ്റ്. അങ്ങനെയാണ് നമ്മൾ സെൻറ്റൻസിനെ കുറിച്ച് പറഞ്ഞത്. അതുപോലെ തന്നെ അതിനുശേഷം നമ്മൾ സബ്ജക്റ്റിനെയും വേർബിനെയും ഒബ്ജക്റ്റിനെയും കുറിച്ച് പറഞ്ഞു. ഇന്ന് നമ്മൾ കുറച്ചുകൂടെ ഡീറ്റെയിലായി പറയുകയാണ്. കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത് കുറച്ച് സമയത്തേക്ക്. അത് വളരെ കൃത്യമായി എല്ലാവരും മനസ്സിലാക്കുക. നന്നായി ശ്രദ്ധിച്ച്, വേണമെങ്കിൽ റിപ്പീറ്റ് ചെയ്ത് കേട്ടുകൊണ്ടൊക്കെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ നന്നായി മനസ്സിലാക്കുക. സെൻറ്റൻസുകൾ എന്ന് പറയുന്നത് കളക്ഷൻ ഓഫ് വേർഡ്സാണ്. ഒരുപാട് വേർഡ്സ് കൂടിയിട്ടാണ് സെൻറ്റൻസുകൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഒരു സെൻറ്റൻസിലെ വേർഡ്സ്, അതിന് പല പേരുകളുണ്ട്. ആ പേരുകളെക്കുറിച്ചാണ്, അതല്ലെങ്കിൽ പല തരം വേർഡ്സാണ്. അവയെ തിരിച്ചറിയാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങനെ പറയുന്നത്. നമുക്കെല്ലാവർക്കും അറിയുന്ന വാക്കുകൾ തന്നെയാണ്, അതല്ലെങ്കിൽ നമുക്കെല്ലാവർക്കും അറിയുന്ന പേരുകൾ തന്നെയാണ് ആ വേർഡ്സിന് വരുന്നത്. അതിൻ്റെ ഫങ്ഷൻ എന്താണോ, അതല്ലെങ്കിൽ അതിൻ്റെ സ്വഭാവം എന്താണോ, അത് നോക്കിയിട്ടാണ് അവയ്ക്ക് പേര് നൽകുന്നത്. ഇങ്ങനെയുള്ള ഡിഫറെൻറ്റ് പേരുകൾ കൂടിച്ചേർന്ന, അതല്ലെങ്കിൽ ഡിഫറെൻറ്റ് വേർഡ്സ് കൂടിച്ചേർന്ന ഒരു യൂണിറ്റാണ് യഥാർത്ഥത്തിൽ സെൻറ്റൻസ്. നമ്മൾ സബ്ജക്റ്റ്, പ്രെഡിക്കേറ്റ് എന്ന് പറഞ്ഞ് രണ്ടെണ്ണം മാത്രമാക്കി തിരിച്ചു. ഇനി അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിലായി പറഞ്ഞപ്പോൾ പിന്നീട് നമ്മൾ സബ്ജക്റ്റ്, വേർബ്, ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞു. ഇനി കുറച്ചുകൂടെ ഒരു സെൻറ്റൻസിൽ വരുന്ന വാക്കുകൾ, വേർഡ്സ് ഏതൊക്കെ ആയിരിക്കുമെന്ന് ഡീറ്റെയിലായി പറയുന്നു. ഡിഫറൻ്റായ 8 ടൈപ്സ് ഓഫ് വേർഡ്സ് ആണ് പ്രധാനമായും ഒരു സെൻറ്റൻസിൽ വരുന്നത്. ഇവയെല്ലാം കൂടി ചേർന്ന്, അതല്ലെങ്കിൽ ഇതിൽ ചിലതെല്ലാം ചേർന്ന് സെൻറ്റൻസ് ഉണ്ടാകുന്നു. ഇതിനെ നമ്മൾ പറയുന്ന പേരാണ് പാർട്സ് ഓഫ് സ്പീച്ച് എന്ന്. പേര് നിങ്ങൾ നേരത്തെ കേട്ട് കാണും, ഈ വാക്കുകളും കേട്ടിട്ടുണ്ട്. നമ്മളൊന്നുകൂടെ ഓർമ്മിച്ചിരിക്കാൻ വേണ്ടി പറയുന്നു എന്ന് മാത്രം. അപ്പോൾ ഈ 8 ടൈപ്സ് ഓഫ് വേർഡ്സ് കൂടി ചേർന്ന് സെൻറ്റൻസ് ഉണ്ടാകുന്നു. എല്ലാം കൂടെ ഒരേ സമയത്ത് കൂടിച്ചേരണമെന്നില്ല, പക്ഷേ നോർമലി ഇതാണ് ഒരു സെൻറ്റൻസിലെ പ്രധാനപ്പെട്ട പാർട്ടുകൾ. ഏതൊക്കെയാണെന്ന് നോക്കാം. പേരുകൾ ഇങ്ങനെയാണ്: നൗൺ, പ്രൊനൗൺ, അഡ്ജക്റ്റീവ്, വേർബ്, ആഡ്വേർബ്, പ്രിപ്പോസിഷൻ, കൺജങ്ഷൻ, ഇൻ്റർജെക്ഷൻ. ഒന്നുകൂടെ പറയാം: നൗൺ, പ്രൊനൗൺ, അഡ്ജക്റ്റീവ്. നൗൺ, പ്രൊനൗൺ, അഡ്ജക്റ്റീവ്. മനസ്സിലായി കാണുമല്ലോ, ആ പറച്ചിലിൽ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. നൗൺ, പ്രൊനൗൺ, അഡ്ജക്റ്റീവ്. വേർബ്, ആഡ്വേർബ്. വേർബ്, ആഡ്വേർബ്. പ്രിപ്പോസിഷൻ, കൺജങ്ഷൻ, ഇൻ്റർജെക്ഷൻ. ടോട്ടലി 8 എണ്ണമായി. നൗണുമായി ബന്ധപ്പെട്ട 3 എണ്ണം, വേർബുമായി ബന്ധമുള്ള മീൻസ് വേർബ് പ്ലസ് ആഡ്വേർബ്, ദെൻ പ്രിപ്പോസിഷൻ, കൺജങ്ഷൻ, ഇൻ്റർജെക്ഷൻ. ഇങ്ങനെയാണ് ഇവയ്ക്ക് പേര് നൽകിയിട്ടുള്ളത്. ഇതിനെ എല്ലാറ്റിനെയും കൂടെ ചേർത്തി പറയുന്നതാണ് പാർട്സ് ഓഫ് സ്പീച്ച്. അപ്പോൾ നമ്മൾ ഇന്ന് വളരെ ചുരുക്കം കാര്യങ്ങളാണ് പറയുന്നത്. പാർട്സ് ഓഫ് സ്പീച്ച് എന്നാൽ അപ്പോൾ എന്താണ്? 8 ടൈപ്സ് ഓഫ് വേർഡ്സ് കൂടിച്ചേർന്ന്, അതല്ലെങ്കിൽ ഒരു സെൻറ്റൻസിൽ വരുന്ന 8 ടൈപ്സ് ഓഫ് വേർഡ്സിനെയാണ് നമ്മൾ പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് പറയുന്നത്. അതിലെ ഫസ്റ്റ് വൺ നൗൺ. വാട്ട് ഈസ് നൗൺ? നൗൺ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ടാവും. നൗൺ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ പറയുകയാണെങ്കിൽ നാമം എന്നൊക്കെയാണ് അർത്ഥം. നാമം. വാട്ട് ഈസ് നൗൺ? നാമം. എന്തു നാമമായിരിക്കും? അത് പലതുമാവും. നെയിം ഓഫ് എ പേഴ്സൺ ഓർ എ പ്ലേസ്
ഓർ എ തിങ്, എന്തുമാവാം. ഒരു വ്യക്തിയുടെ പേരാവാം, ഒരു സ്ഥലത്തിൻ്റെ പേരാവാം, ഒരു വസ്തുവിൻ്റെ പേരാവാം, ഒരു സ്വഭാവത്തിൻ്റെ പേരാവാം, അങ്ങനെയൊക്കെ ആവാം. ഇതിനെയാണ് നൗൺ എന്ന് പറയുന്നത്. വാട്ട് ഈസ് നൗൺ? ഇസ് എ നെയിം ഓഫ് എ പേഴ്സൺ ഓർ എ പ്ലേസ് ഓർ എ തിങ്. അപ്പോൾ തിങ് എന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വ്യത്യസ്ത രീതികളിലുണ്ടാവും. നമുക്ക് കാണാൻ പറ്റുന്നവയുണ്ടാവും, കാണാൻ പറ്റാത്തവയുണ്ടാവും. അതൊക്കെ നൗൺസാണ്. മാംഗോ നമുക്ക് കാണാൻ പറ്റുന്നൊരു വസ്തുവാണ്. അതേസമയം ടേസ്റ്റ് ഇറ്റ് ഈസ് അബ്സ്ട്രാക്റ്റ്. മാംഗോ കോൺക്രീറ്റ് ആണെങ്കിൽ മാംഗോ കഴിക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന ടേസ്റ്റ് അത് അബ്സ്ട്രാക്റ്റ് ആണ്, അത് നമുക്ക് കാണാൻ കഴിയില്ല. ബട്ട് ഇറ്റ് ഈസ് എ റിയാലിറ്റി. അതും ഒരു നൗണാണ്, ടേസ്റ്റ്. ലവ് ഈസ് അനദർ നൗൺ. അത് നമുക്ക് കാണാൻ കഴിയില്ല, കാണാനും തൊടാനും ഒന്നും സാധ്യമല്ല. ബട്ട് ഇറ്റ് ഈസ് എൻ എക്സ്പീരിയൻസ്. ഇറ്റ് ഈസ് ആൻ അബ്സ്ട്രാക്റ്റ് കോൺസെപ്റ്റ്. അപ്പോൾ അതിനെയും നൗൺ എന്ന് പറയും. ഇൻ ബ്രീഫ്, നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു വ്യക്തിയുടെ പേരാവാം ബാബു, ഗാന്ധിജി, അങ്ങനെയൊക്കെ ഒരു വ്യക്തിയുടെ പേരാവാം. ഒരു സ്ഥലത്തിൻ്റെ പേരാവാം ഇന്ത്യ, കേരള, കാലിക്കറ്റ്, ട്രിവാൻഡ്രം, ദ US, അങ്ങനെ എന്തുമാവാം. ഏത് ലൊക്കേഷൻ്റെയും ഏത് ലോക്കൽ ഏരിയയുടെയും ഒക്കെ പേരാവാം. അതിനെയൊക്കെ നൗണിൽ പെടുത്താം. ഇതാണ് പാർട്സ് ഓഫ് സ്പീച്ചിലെ ഫസ്റ്റ് വൺ, നൗൺ. നൗൺസ് നമ്മൾ പറഞ്ഞു: ഗാന്ധിജി, ഇന്ത്യ, മാംഗോ, ടേസ്റ്റ്, ലവ്, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ, ഇതൊക്കെ നൗൺസാണ്. പാർട്സ് ഓഫ് സ്പീച്ചിൻ്റെ രണ്ടാമത്തേത് പ്രൊനൗൺസ് ആണ്. പ്രൊനൗൺസ്. വാട്ട് ഈസ് പ്രൊനൗൺസ്? നൗണിൻ്റെ കൂടെ ഒരു പ്രോ എന്ന് ചേർത്തുകൊണ്ടാണ് പ്രൊനൗൺസ് എന്ന വാക്ക് നമുക്ക് കിട്ടുന്നത്. വാട്ട് ഈസ് പ്രൊനൗൺ? പ്രൊനൗൺ എന്ന് പറഞ്ഞാൽ നാമങ്ങൾക്കു പകരം, നൗൺസിനു പകരം നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളാണ് പ്രൊനൗൺസ്. ബാബു ഈസ് എ സ്റ്റുഡൻറ്റ്, ഓർ ബാബു കംസ് ഫ്രം കാലിക്കറ്റ്. എക്സാമ്പിൾ ഒന്നുകൂടെ ശ്രദ്ധിച്ചോളൂ. ബാബു കംസ് ഫ്രം കാലിക്കറ്റ്, ഹി ഈസ് എ സ്റ്റുഡൻറ്റ്. ബാബു കംസ് ഫ്രം കാലിക്കറ്റ്, ഹി ഈസ് എ സ്റ്റുഡൻറ്റ്. നമ്മൾ ഡീറ്റെയിലായി ഇനിയും പറയുന്നുണ്ട് ഇതേക്കുറിച്ച്. ബാബു കംസ് ഫ്രം കാലിക്കറ്റ്, ബാബു ഈസ് കമ്മിങ് ഫ്രം കാലിക്കറ്റ്, ഹി ഈസ് എ സ്റ്റുഡൻറ്റ്. അപ്പോൾ അവിടെ ബാബുവിനെ നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നില്ല. ബാബു കാലിക്കറ്റിൽ നിന്ന് വരുന്നു. ഹി ഈസ് എ സ്റ്റുഡൻറ്റ്. ബാബു ഒരു സ്റ്റുഡൻ്റാണ്. ദാറ്റ് ഈസ് വാട്ട് ഈസ് പ്രൊനൗൺ. ഹി, ദാറ്റ് ഹി ഈസ് പ്രൊനൗൺ. നീതു ഈസ് എ സ്റ്റുഡൻറ്റ്. നീതു ഈസ് എ സ്റ്റുഡൻറ്റ്. നീതു ഈസ് എ സിംഗർ. നീതു നന്നായി പാട്ട് പാടുന്ന ഒരു പാട്ടുകാരി കൂടിയാണ്. അത് നമുക്ക് എങ്ങനെ പറയാം? നീതു ഈസ് എ സ്റ്റുഡൻറ്റ്, നീതു ഈസ് എ സിംഗർ. അതിന് പകരം നമുക്ക് നീതു ഈസ് എ സ്റ്റുഡൻറ്റ്, ഷീ ഈസ് എ സിംഗർ, ഷീ ഈസ് എ സിംഗർ, അങ്ങനെ പറയാം. അപ്പോൾ നമ്മളിങ്ങനെ ഈ നാമങ്ങൾക്ക് പകരം ഉപയോഗിക്കുന്ന, മലയാളത്തിൽ പറയുമ്പോൾ അങ്ങനെയാണല്ലോ, നൗണിന് പകരം ഉപയോഗിക്കുന്ന വാക്കുകളെയാണ് പ്രൊനൗൺസ് എന്ന് പറയുന്നത്. മനസ്സിലായി കാണുമല്ലോ. ഒരുപാട് വാക്കുകളുണ്ട് അങ്ങനെ. ഹി, ഷീ, അല്ലേ, ദേ, വി എന്നൊക്കെ പറയുന്ന ഒരുപാട് വാക്കുകൾ നാമങ്ങൾക്ക് പകരമായി നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഇതിനെയാണ് പ്രൊനൗൺസ് എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. സോ മറക്കാതിരിക്കുക, പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് പറയുന്നത് ഒരു സെൻറ്റൻസിൽ ഉണ്ടാവുന്ന ഡിഫറെൻ്റ് വാക്കുകളുടെ പേരുകളാണ് പാർട്സ് ഓഫ് സ്പീച്ച്. പാർട്സ് ഓഫ് സ്പീച്ച് ചേർന്നുകൊണ്ടാണ് സെൻറ്റൻസ് ഉണ്ടാവുന്നത്. We can divide words into 8 classes. The first one, noun, then pronoun, adjective, verb, adverb, preposition, conjunction, interjection. അപ്പോൾ നൗണിൻ്റെയും പ്രനൗണിൻ്റെയും ഉദാഹരണങ്ങളും അതെന്താണെന്നതുമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. മറ്റു കാര്യങ്ങൾ അടുത്ത ക്ലാസ്സുകളിൽ വീണ്ടും നമുക്ക് ഡിസ്കസ് ചെയ്യാം. മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ അത് നന്നായി പഠിക്കുക. കമൻറ്റിലോ അതല്ലെങ്കിൽ ഇൻസ്റ്റയിലോ ഒക്കെ ചോദിച്ച് ഡൗട്ട്സുകൾ ക്ലിയർ ചെയ്യാവുന്നതാണ്. All the very best. See you again in the next video. Till then, bye bye. Take care.